നമസ്കാരം. ക്രമസമാധാനം പാലിക്കേണ്ട ജയിൽ ഉദ്യോഗസ്ഥർ DJ പാർട്ടിക്കിടെ ജയിൽ വളപ്പിൽ വെച്ച് തമ്മിലടിച്ചാൽ എങ്ങനെയിരിക്കും? അതും തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ. കഴിഞ്ഞ ദിവസം നടന്ന ഓണാഘോഷ പരിപാടിക്കിടെയാണ് സംഭവം. അടിപിടിയിൽ ഒരു ജയിൽ ഉദ്യോഗസ്ഥന്റെ കണ്ണിന് സാരമായി പരിക്കേറ്റിരിക്കുകയാണ്. എന്നാൽ ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ജയിൽ അധികൃതർ പോലീസിനെ അറിയിച്ചില്ല. ഒടുവിൽ രഹസ്യാന്വേഷണ വിഭാഗം ഇടപെട്ടതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ദക്ഷിണ മേഖലയുടെ നേതൃത്വത്തിലാണ് ജയിൽ ഉദ്യോഗസ്ഥർക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപത്തുള്ള ക്ഷേത്രത്തിനടുത്തുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയമായിരുന്നു വേദി. ആഘോഷങ്ങളുടെ ഭാഗമായി രാത്രിയിൽ ഒരു DJ പാർട്ടിയും ഒരുക്കിയിരുന്നു. പാട്ടും നൃത്തവുമായി പരിപാടി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി കാര്യങ്ങൾ കൈവിട്ടുപോയത്. വെറുമൊരു തമാശയ്ക്കോ ഡാൻസിനിടയിലോ ഉണ്ടായ തർക്കമല്ല ഇത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ജയിൽ വകുപ്പിൽ നടത്തിയ ചില സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവിടെ പുകഞ്ഞുകൊണ്ടിരുന്നത്. DJ പാർട്ടിക്കിടെ ഈ വിഷയത്തെ ചൊല്ലി ഉദ്യോഗസ്ഥർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അത് കയ്യാങ്കളിയിൽ നീങ്ങുകയുമായിരുന്നു. ഇതിനിടയിലാണ് ആറ്റിങ്ങൽ സബ് ജയിലിലെ ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് എന്ന വ്യക്തിക്ക് കണ്ണിന് സാരമായി പരിക്കേൽക്കുന്നത്. ഇദ്ദേഹത്തെ പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയും നൽകി. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തെന്നാൽ ജയിൽ വളപ്പിൽ വെച്ച് ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടും സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികൃതർ പൂജപ്പുര പോലീസിൽ ഈ വിവരം അറിയിച്ചില്ല എന്നതാണ്. എന്നാൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ സ്പെഷ്യൽ ബ്രാഞ്ച് വഴി ഈ വിവരം പുറത്തുവരികയായിരുന്നു. നിലവിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥനോ മറ്റ് ഭാരവാഹികളോ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. നാണക്കേട് ഒഴിവാക്കുവാൻ ഉദ്യോഗസ്ഥർ തമ്മിൽ സംസാരിച്ച് ഈ വിഷയം ഒത്തുതീർപ്പാക്കിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഒരു വശത്ത് ക്രമസമാധാനം പാലിക്കേണ്ട ജയിൽ ഉദ്യോഗസ്ഥർ DJ പാർട്ടിക്കിടെ ജയിൽ വളപ്പിൽ പരസ്യമായി തമ്മിലടിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ED ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്ന് ഓണം ആഘോഷിക്കുകയും റീൽസ് എടുത്ത് പോലീസിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ജയിൽ വളപ്പിലെ ഒരു നാണക്കേടിന് പിന്നാലെയാണ് ഈ മറ്റൊരു നാണക്കേടും ഉണ്ടായിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഓണം ആഘോഷിക്കാൻ പോലീസുകാർ തന്നെ ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സംഭവം നടക്കുമ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രശാന്ത് സ്ഥലത്തില്ലായിരുന്നു. രാവിലെ 10:20 സ്റ്റേഷനിലെത്തിയ പ്രതികളിൽ ഒരാളായ ബിനു IP എന്നയാൾ സ്റ്റേഷന് മുന്നിലെ ഊഞ്ഞാലിൽ ഇരുന്ന് റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അവിടെയും തീർന്നില്ല. ആഘോഷത്തിനെത്തിയ ചെണ്ടക്കാരന്റെ ചെണ്ട വാങ്ങി പ്രതികൾ സ്റ്റേഷന് മുന്നിൽ വെച്ച് കൊട്ടി ആർപ്പ് വിളിക്കുകയും ചെയ്തു. ഇതെല്ലാം ചില പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് നേരിട്ട് കണ്ടിട്ടും തടയാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ റീൽസ് എടുത്ത ശേഷം 10:45 മാത്രമാണ് സ്റ്റേഷൻ രജിസ്ട്രാറിൽ ഒപ്പിട്ടത്. ഉച്ചയ്ക്ക് 11 മണിയോടെയാണ് SHO സ്റ്റേഷനിലെത്തിയത്. ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് തിങ്കളാഴ്ച സെഷൻസ് കോടതിയെ സമീപിക്കുകയാണ്. ഒപ്പം വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ IG യുടെയും ADGP യുടെയും പരിശോധനയ്ക്ക് ശേഷം കർശന നടപടിയുണ്ടാകും.